മാഡം, മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നും പെൻഡിങ് ഫയലുകളുടെ ലിസ്റ്റ് വേണമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. അതിന്റെ ഒപ്പം ഇതും കൂടി കൊടുത്തു വിടണം. ഇതാണെങ്കിൽ രാവിലെ പോന്നപ്പോ എടുക്കാനും മറന്നു. അല്ല, ഷാരിയച്ചിയുടെ കാര്യം എന്തായി? ആകെ വല്ലാത്തൊരവസ്ഥയിലാണ് മാഡത്തിന്റെ ചേച്ചി ഇവിടെ വന്നത്. മുഷിഞ്ഞ ഡ്രസ്സും ഒരു തോർത്തും. മാഡത്തെ കാണണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. മാഡത്തിന്റെ കസേര കയറിയിരുന്നു. ഇതൊന്നും ജോൺ സാറിനെ പിടിച്ചിട്ടില്ല. ജോൺ സാർ വന്ന് മാഡത്തിന്റെ ചേച്ചിയോട് തട്ടിക്കയറി. എന്നെയും ഒരുപാട് വഴക്കു പറഞ്ഞു. ഞാൻ ഒരു കണക്കിന് ശാരികേച്ചി ആശ്വസിപ്പിച്ച് മാഡത്തിന്റെ ക്യാബിനിലിരുത്തിയിട്ടുണ്ട്. കുഞ്ഞ് നഷ്ടപ്പെട്ടതോടെ ഷാരികേച്ചി വല്ലാത്തൊരു മാനസികാവസ്ഥയില്ല. അതുകൊണ്ട് ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുന്നത്. എനിക്കറിയാം മാഡം. എന്റെ ചേച്ചിക്കാണ് ഇങ്ങനൊരു അനുഭവം ഉണ്ടായതെങ്കിൽ ഇതുപോലെ ഞാനും കെയർ ചെയ്യണ്ടേ? അങ്ങനെ കണ്ടാ മതി. അല്ല, എവിടെ ചേച്ചി? എവിടെ? മാഡം, ചേച്ചി ഇവിടെ ഇരിക്കുന്ന കണ്ടിട്ടാ ഞാൻ ഈ ഫയലുകൾ എടുക്കാൻ പോയത്. എന്നിട്ട് എവിടെ? പുറത്തെങ്ങാനും ഉണ്ടോന്ന് പോയി നോക്ക്. ഈശ്വര, അതെ, കളക്ടറുടെ ചേച്ചിയെ കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ കണ്ടില്ല. മാഡം, ചേച്ചി ഇവിടെ കാണാനില്ല, പോയിന്നാ തോന്നുന്നു. ഈശ്വര, ഇനി ചേച്ചി എവിടെ പോയി തിരക്കാനാ? എന്തിനും മടിക്കാത്തൊരു മാനസികാവസ്ഥയില്ല ചേച്ചി. അതുകൊണ്ടാ ഞാൻ അനുവിനോട് പ്രത്യേകം നോക്കിക്കൊള്ളണേന്ന് പറഞ്ഞത്. അതിനിടയ്ക്ക് മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നും കോൾ വന്നത് മാഡം. ഞാനപ്പോ അതിന്റെ പിന്നാലെ പോയി. ഈശ്വര, ഇനിയിപ്പോ എവിടെ പോയി ഒന്ന് തിരക്ക്. പുറത്തെങ്ങാനും ഉണ്ടോന്ന് ഒന്നുകൂടെ നോക്ക്. എന്താടി ഇതെങ്ങോട്ടാ കയറി വരുന്നേ? ശാലിനി എവിടെ? ഓ, നിന്റെ അനിയത്തെ കാണാനുള്ള വരവാണെങ്കിൽ അവൾ ഇപ്പൊ ഇവിടെയല്ല താമസം. അവളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്കാരും എന്റെ വീട്ടുമുറ്റത്ത് കാല് കുത്തുന്നത് പോലെ എനിക്ക് ഇഷ്ടമല്ല. കള്ളക്കൂട്ടങ്ങള്. ഇറങ്ങിപ്പോയി ഇവിടുന്ന്. എന്റെ മോളെവിടെ? ഞാൻ എന്റെ മോളെ അന്വേഷിച്ച വന്നത്.